അരിമില്ലുടമകളിൽ നിന്നും കെ എം മാണി കോഴ വാങ്ങിയെന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ ആരോപണത്തെ ശരിവെച്ച് കുട്ടനാട്ടിലെ നെൽകർഷകർ രംഗത്തെത്തി. മാണി തങ്ങളെ സഹായിക്കാതിരുന്നാൽ വരുന്ന പുഞ്ചക്കൊയ്ത്തിന്റെ പണം ഉടനെയൊന്നും കർഷകർക്ക് ലഭിക്കില്ലെന്ന് മില്ലുടമകൾ പറഞ്ഞതായും കർഷകർ പറയുന്നു. നികുതി ഇളവ് ലഭിക്കുന്നതിനായി മില്ലുടമകളിൽ നിന്നും മാണി കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ ആരോപണം. ബാർക്കോഴ കേസ് സജീവമായി നിലനിൽക്കുന്നതിനിടെയാണ് കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിലെ നെൽകർഷകരും മാണിക്കെതിരായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെയും രണ്ടാം കൃഷിയുടെയും നെല്ല് സംഭരണത്തിന് ശേഷം സർക്കാരിലേക്ക് പണമടയ്ക്കാൻ വൈകിയതിന് കാരണം മാണിയാണെന്ന് മില്ലുടമകൾ തങ്ങളോട് പറഞ്ഞതായി കേരള നെൽകർഷക കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് സലിംകുമാർ പറഞ്ഞു. ധനകാര്യ വകുപ്പുമായിട്ട് ഞങ്ങൾക്ക് ഇളവ് ചെയ്ത് ടാക്സ് ഇളവ് ചെയ്ത് തരാമെന്ന് മില്ല് ഉടമകൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഇളവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഞങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നില്ല. ആ ധനകാര്യ വകുപ്പ് മന്ത്രി മില്ല് ഉടമകളുമായിട്ട് ടാക്സ് ഇളവ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് എക്സ്പോർട്ട് അയക്കുന്ന അരികളായത്. അപ്പോൾ മില്ലുകാരുമായിട്ട് എന്തോ ധാരണ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പല മില്ലുകാരും ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഈ നെല്ലെടുത്തിട്ട് സിവിൽ സപ്ലൈ ഞങ്ങളുടെ പണം കിട്ടാതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ടാക്സ് ഇളവ് ചെയ്ത് തരാമെന്നും മില്ല് ഉടമകളോട് ധനകാര്യ വകുപ്പ് മന്ത്രി പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ മില്ലുകാരോട് തിരക്കിയപ്പോൾ മില്ലുകാർ ഞങ്ങളോട് പറഞ്ഞു തന്നു. മാണി മില്ലുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് തനിക്കറിയാമെന്ന് ബാലകൃഷ്ണപിള്ള വെളിപ്പെടുത്തിയിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ ഈ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് നെൽകർഷകരുടെ വാക്കുകൾ. പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായി മാണി തയ്യാറെടുക്കുന്ന ഈ സമയത്ത് നെൽകർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ആരോപണത്തിന് അതീവ പ്രാധാന്യമാണുള്ളത്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.